السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബിനാഉൽ ഖബറും അതുപോലെ തന്നെ ജനീനുമായി ബന്ധപ്പെട്ട മസ്തകളൊക്കെ പറഞ്ഞു. ഇന്ന് നമുക്ക് പറയാനുള്ളത് മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. അതിൻ്റെ റുക്കനുകളൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മയ്യിത്ത് നിസ്കാരത്തിന് 7 റുക്കനുകളുണ്ട്. ഒന്നാമത്തത് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറയുമ്പോൾ മറ്റു നിസ്കാരങ്ങളിൽ നിയ്യത്തിനെ പോലെ തന്നെയാണ് ഇവിടുത്തെയും നിയ്യത്ത്. അപ്പോൾ അവിടെ എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ നിയ്യത്തിൽ പറഞ്ഞോ, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചോ, അതൊക്കെ ഇങ്ങോട്ടും ബാധകമാകും. രണ്ടാമത്തെ റുക്കിന് കഴിവുള്ളവൻ നിൽക്കുക, ഖിയാമുൽ ഖാദിർ. മൂന്നാമത്തത് 4 തക്ബീറത്തുകൾ, തക്ബീറത്തുൽ ഇഹ്റാം അടക്കം 4 തക്ബീറുകൾ. നാലാമത്തെ റുക്കിന് ഫാത്തിഹ. അഞ്ചാമത്തെ റുക്കിന് നബിയുടെ മേലുള്ള സലാത്ത്, രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ മേലുള്ള സലാത്ത്. ആറാമത്തെ റുക്കിന് 3-ാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ. 7-ാമത്തെ റുക്കിന് 4-ാമത്തെ തക്ബീറിന് ശേഷമുള്ള സലാം വീട്ടൽ. ഇവയാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ റുക്കനുകൾ. ഒന്നാമത്തെ റുക്കന് നിയ്യത്താണെന്ന് പറഞ്ഞു. നിയ്യത്ത് എങ്ങനെയാണ്? ബാക്കിയുള്ള നിസ്കാരങ്ങളെ പോലെ. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നിർബന്ധമാകും. തക്ബീറത്തുൽ ഇഹ്റാമിലൂടെ മുക്തനായിട്ട് നിയ്യത്ത് വരണം. ഫർളാണോ അല്ലെന്ന് പറയണം. ഫർളാണെന്ന് പറയണം. ഫർദ് കിഫായ എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാ നിയ്യത്തിൻ്റെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏതാണ് മയ്യത്തെന്ന് തഅയീൻ ചെയ്യൽ നിർബന്ധം ഇല്ല. മയ്യത്തിനെ അറിയലും ആരെ മയ്യത്താണെന്ന് അറിയലും നിർബന്ധമില്ല. ഉദാഹരണം, മഹ്മദാക്കൻ്റെ മയ്യത്താണ് നിസ്കരിക്കണതെന്ന് പ്രത്യേകം തഅയീൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ തഅയീൻ ചെയ്ത് നിസ്കാരം കഴിഞ്ഞപ്പോൾ അഹമ്മദാക്കല്ലേ ഇനി വേറെ മഹ്മാക്ക് ഇനി എനിക്ക് നിസ്കാരം ബാത്തിലാകും. അതുപോലെ തന്നെ ആരെ മയ്യത്താണെന്നുള്ള അറിവ് ഉണ്ടാകേണ്ട ആവശ്യമില്ല. നേരെ മറിച്ചൊരു അതിനാമ മയ്യസ്, ഒരു മയ്യത്താണ് എന്നുണ്ടായാൽ മതി. അതുപോലെ തന്നെ രണ്ടാമത്തെ റുക്കനാണ് ഖിയാമുൽ ഖാദിർ. നിൽക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം, അതിലും കഴിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. അവിടെ സാധാ നിസ്കാരത്തിൽ പറഞ്ഞ അതേ ഓർഡർ ഇവിടെയും വരും. കിതാബിലേക്ക് നോക്കാം. അപ്പോൾ അർക്കാനുഹ ഐ അസ്വലാത്തി അലൽ മയ്യിത്തി, മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരത്തിൻ്റെ റുക്കനുകൾ 7 എണ്ണമാണ്. അഹദുഹ, ഒന്നാമത്തെ റുക്കന് നീയത്തുൻ, നീയത്താകുന്നു. ഏതുപോലെ? കഗൈരിഹ, സ്വലാത്തുൽ മയ്യത്തല്ലാത്ത നിസ്കാരത്തിലെ നീയത്ത് പോലെ തന്നെ നീയത്ത് വെക്കലാകുന്നു. വമിൻ സമ്മ, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു സ്വലാത്തുൽ മയ്യത്തല്ലാത്ത നിസ്കാരങ്ങളുടെ നീയത്ത് പോലെ എന്ന കാരണം കൊണ്ട് തന്നെ വജബ ഫീഹ, ഈ നീയത്തിൽ നിർബന്ധമായി മാ യജ്ബു ഫീ നിയ്യത്തി സഅരിൽ ഫുറൂളി, മറ്റെല്ലാ ഫർളുകളുടെയും നീയത്തിൽ എന്തൊക്കെ നിർബന്ധമാകുമോ അതൊക്കെ ഇവിടെയും നിർബന്ധമാകും. ആ ഒന്നെന്തിനാൽ മിൻ നഹ്വി ഇഖ്തിറാനിഹ ബിത്തഹറുമി, നീയത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് അന്വരിക്കണം. വത്തഅറുദിൽ ഫർളിയത്തി, ഫർളിയത്തിന് തഅറുദാണ്, ഫർളാണെന്ന് പറയണം. വഇല്ലം യഖുൽ ഫർളു കിഫായത്തിൻ, ഫർള് കിഫായ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഫർള് നിസ്കരിക്കുന്നു എന്നെങ്കിൽ എന്ന് പറയാൻ നിർബന്ധമാകുന്നു. വലാ യജിബു തഅയീനുൽ മയ്യിത്തി, മയ്യിത്തിനെ നിർണ്ണയിക്കേണ്ട ആവശ്യമില്ല. ആരുടെ മയ്യിത്താണെന്ന് നിർണ്ണയിക്കേണ്ട ആവശ്യമില്ല. വലാ മഅരിഫത്തുഹു, അത് ആരുടെ മയ്യിത്താണെന്ന് അറിയേണ്ട ആവശ്യവുമില്ല. ബലിൽ വാജിബു, നേരെ മറിച്ച് നിർബന്ധമാകുന്നത് അദ്നാ മുമയ്യിസിൻ, ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള ഒരു അറിവാകുന്നു. ഫയക്ഫി, അപ്പോൾ മതിയാകും. ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി, ഞാൻ ഈ മയ്യത്തിൻ്റെ മേൽ ഫർള് നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. അത് ആരുടെ മയ്യത്താണെന്നോ ഒന്നും തഅയീൻ ചെയ്യലും അതറിയലും നിർബന്ധമില്ല. കാല ജംഉൻ, ഒരു പറ്റ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, യജിബു തഅയീനുൽ മയ്യിത്തിൽ ഗായിബി, ഗായിബായ മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന് തഅയീൻ ചെയ്യൽ നിർബന്ധമാകുന്നു. പിന്നെ ഇസ്മിഹി, അവൻ്റെ ഇസ്മ പോലത്തത് കൊണ്ട്, തറവാട് പോലെ ഇസ്മ പോലത്തത് കൊണ്ട് അവന് തഅയീൻ ചെയ്യൽ നിർബന്ധമാണെന്നൊരു അഭിപ്രായം ഉണ്ട്, പ്രബലമല്ല. സാനിഹ, രണ്ടാമത്തെ റുക്കിന് ഖിയാമുൽ ഖാദിറിൻ അലൈഹി, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക. ഫൽ ആജിസു, അപ്പോൾ നിൽക്കാൻ കഴിവില്ലാത്തവനോ യഖുഉദു, അവൻ ഇരിക്കണം. സുമ്മ, അതിനും കഴിയില്ലെങ്കിൽ സുമ്മ യൽതജിഉ, കിടന്ന് നിസ്കരിക്കണം.
സാലിസുഹ മൂന്നാമത്തെ റുക്കന് അർബഉ തക്ബീറാത്തിൻ 4 തക്ബീറുകളാകുന്നു. ഏതടക്കമായ തക്ബീറത്തുൽ തഹറുമി തക്ബീറത്തുൽ ഇഹ്റാം അടക്കം 4 എണ്ണം ഇത്തിബായി ഒക്കെ തെളിവ് ഇത്തിബായിന് വേണ്ടി. ഫൈൻ ഹമ്മസ ഒരാൾ 5ാമത്തെ തക്ബീർ ചൊല്ലിക്കാണെങ്കിൽ ലം തബുത്തുൽ സലാത്തു അത് കാരണമായിട്ട് നിസ്കാരം ബാത്തിലാകുന്നുമില്ല. 5ാമത്തെ ചൊല്ലിയെന്ന് വിചാരിച്ചിട്ട് സായിദാക്കിയെന്ന് വിചാരിച്ച് മനഃപൂർവ്വമാണെങ്കിലും നിസ്കാരം ബാത്തിലാവുകയില്ല. വയുസന്നു റഫ്യദൈഹി ഫി തക്ബീറാത്തി ഹദ്വ മൻകിബൈഹി എല്ലാ തക്ബീറുകളിലും അവൻ്റെ മൻകിബിന് നേരെ ചുമലിന് നേരെ കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. സുദരിഹി ബൈന കുല്ലി തക്ബീറത്തൈനി എല്ലാ ഈ 2 തക്ബീറത്തിനിടയിലും ആ കൈ എന്ത് ചെയ്യലും നെഞ്ഞിന് താഴെ പൊക്കിളിന് മുകളിലായിട്ട് വെക്കലും സുന്നത്താകുന്നു. വറാബിഉഹ 4ാമത്തെ റുക്കന് ഫാത്തിഹത്തുൻ ഫാത്തിഹയാകുന്നു. ഫാത്തിഹ ഓതാൻ അറിയില്ലെങ്കിലോ ഫബദ്വല ഫാത്തിഹയ്ക്ക് പകരം മറ്റേതെങ്കിലും സൂറത്തുകൾ ഓതുക. ഏതുപോലെ സാധാ നിസ്കാരത്തിൻ്റെ അവിടെ ഫാത്തിഹയിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ ഇങ്ങോട്ടും ബാധകമാണ്. വഖൂഫും ബിഖദ്രിഹ ഈ ബദലും അറിയില്ലെങ്കിൽ പകരം ഓതാനുള്ള സൂറത്തോ എങ്കിൽ ദിക്റോ ഒന്നും അറിയില്ലെങ്കിൽ വഖൂഫും ബിഖദ്രിഹ ഫാത്തിഹയുടെ ഖദർ അവനവിടെ എന്ത് ചെയ്യണം നിൽക്കണം. വൽ മുഅ്തമദു പ്രബലമായ അഭിപ്രായം അന്നഹ ആ ഫാത്തിഹ തുജ്സിഉ അത് മതിയാകും. ബഅദ ഗൈരിൽ ഊല 1ാമത്തെ തക്ബീറിന് ശേഷം തന്നെ ഓതണമെന്നില്ല, ഫാത്തിഹ ഓതണമെന്നില്ല. 2ാമത്തെ തക്ബീറിൽ ഓതിയാലും കുഴപ്പമില്ല, 3ാമത്തേൽ ഓതിയാലും പ്രശ്നമില്ല. 1ാമത്തെ തക്ബീറിന് ശേഷവും ഫാത്തിഹ ഓതിയാൽ മതിയാകും. ഖിലാഫൽ ലിൽ ഹാവിയിൽ ഇമാം മാവർദി റഹിമഹുല്ലാഹ് പറഞ്ഞതിനെതിരായിട്ട് കൽ മുഹററിനും എതിരായിട്ട്. അവിടെ എന്ത് പ്രശ്നം വന്നാലും ശരി വൈൻ ലസിം അലൈഹി അവൻ്റെ മേൽ ഇങ്ങനെ അവൻ ഫാത്തിഹയെ 2ാമത്തെ തക്ബീറിലേക്ക് പിന്തിപ്പിക്കുമ്പോൾ അവിടെ ലാസിമായി വന്നാലും ശരി എന്തു വന്നാലും ശരി ജംഉ റുക്നൈനി 2 റുക്നിനെ ഒരുമിച്ച് കൂട്ടുന്ന പ്രശ്നം വന്നാലും ശരി ഫി തക്ബീറത്തിന് ഒരു തക്ബീറിൽ 2 എണ്ണം വരുന്ന പ്രശ്നം വന്നു. അതല്ലെങ്കിൽ ഹുലുവിൽ ഊല അൻ ദിക്റിൻ 1ാമത്തെ തക്ബീറിൽ ഒരു ദിക്ർ പോലുമില്ല, ദിക്റിനെ തൊട്ട് ഖാലിയാവുന്ന പ്രശ്നമുണ്ടെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ 1ാമത്തെ തക്ബീറിൽ അവന് ഫാത്തിഹ ഓതിയിട്ടില്ല, 2ാമത്തേലേക്ക് ഫാത്തിഹ പിന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും വരും, നബിൻ്റെ മേലുള്ള സ്വലാത്ത് വരും. അപ്പോൾ അവിടെ 2 അൽ ജംഉ ബൈന റുക്നൈനി ഫി തക്ബീറത്തിൻ വാഹിദത്തിൻ പ്രശ്നം വരും. അതുപോലെ തന്നെ 1ാമത്തെ തക്ബീറിൽ ഒരു ഖിറാഅത്തോ ഒരു ദിക്റോ ഒന്നുമില്ല, അതിന് തൊട്ടൊക്കെ ഖാലിയായി അങ്ങനെ വന്നാലും പ്രശ്നമില്ല. 1ാമത്തതിന് ശേഷം തന്നെ ഫാത്തിഹ ഓതണമെന്ന് ഇല്ല. വയുസന്നു ഇസ്റാറും ബി ഗൈരി തക്ബീറാത്തി വസ്സലാമി സലാമും തക്ബീറുമില്ലാത്ത ഫാത്തിഹ പോലത്തെ അല്ലെങ്കിൽ സലാത്ത് പോലത്തത് കൊണ്ടൊക്കെ പതുക്കെ ഓതൽ സുന്നത്താകുന്നു. തഅവ്വുദ് ഓതൽ സുന്നത്താകുന്നു. വയുസന്നു തഅവ്വുദ് അങ്ങോട്ട് ബന്ധം അഊദ് ഓതലും സുന്നത്തുണ്ട്. തെർക്ക് ഇഫ്തിതാഹിൻ വ സൂറത്തി വജ്ജഹത്തും സൂറത്തും ഒഴിവാക്കലും സുന്നത്താകുന്നു. ഇല്ല അല ഗായിബിൻ ഔ ഖബരിൻ ഗായിബായ മയ്യത്തിന് മേൽ നിസ്കരിക്കുമ്പോഴൊഴികെ ഔ ഖബരിൻ അതല്ലെങ്കിൽ മറമായിട്ടതിന് ശേഷം നമ്മൾ ഖബറിങ്ങൽ പോയി നിസ്കരിക്കുമ്പോഴും ഒഴികെ ഈ 2 സന്ദർഭങ്ങളിൽ ഒഴികെ വജ്ജഹത്തും ദുആഉൽ ഇഫ്തിതാഹും സൂറത്തും ഒഴിവാക്കലാകുന്നു സുന്നത്ത്. കാരണം മയ്യത്തിന് വളരെ പെട്ടെന്ന് മറമാടലാണല്ലോ നിർബന്ധം. കാരണം കൂടുതലവിടെ വെക്കുകയാണെങ്കിൽ തായുറാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗായിബിൻ്റെ മസ്തലയിൽ തന്നെ ഇമാം റംലിക്ക് എതിരഭിപ്രായമുണ്ട്. മഹാനവറുകൾ പറഞ്ഞത് അവിടെയും സൂറത്തും വജ്ജഹത്തും വേണ്ട എന്നാണ്. വഖാമിസുഹ 5ാമത്തെ റുക്ന് സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തക്ബീറത്തിൻ സാനിയത്തിൻ 2ാം തക്ബീറിന് ശേഷം നബിയുടെ മേലുള്ള സ്വലാത്താകുന്നു. ഐ അഖിബഹ ബഅദ എന്ന് പറഞ്ഞാൽ ഐ അഖിബഹ 2ാമത്തെ തക്ബീറിന് ഉടനെ. ഫലാ തുജ്സിഉ ഫി ഗൈരിഹ അത് നേരത്തെ പറഞ്ഞ പോലെ മറ്റേതിലേക്ക് പിന്തിപ്പിക്കാൻ പറ്റൂല. ഫലാ തുജ്സിഉ അപ്പോൾ 2ാമത്തെ തക്ബീറിന് ശേഷം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആദ്യം പറഞ്ഞു കൊടുത്ത് 4ാമത്തെ റുക്ന് പറഞ്ഞപ്പോൾ ഫാത്തിഹത്തുൻ ബഅദ തക്ബീറത്തിൽ ഊല നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് എവിടെയും ഓതിയാൽ മതി. നേരെ മറിച്ച് സ്വലാത്ത് പറഞ്ഞോടത്ത് എന്ത് പറഞ്ഞു? ബഅദ തക്ബീറത്തിൻ സാനിയത്തിൻ എന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫലാ തുജ്സിഉ അൻ ഫി ഗൈരിഹ 2ാമത്തതല്ലാത്തതിലേക്ക് അതിനെ പിന്തിപ്പിക്കൽ അനുവദനീയം അല്ല. വയുന്തബുൽ സലാമിലി സ്വലാത്തി സ്വലാത്തിൻ്റെ കൂടെ സലാമും കൂടെ കൂട്ടിച്ചേർക്കൽ സുന്നത്തിൻ്റെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി തുടങ്ങിയതുപോലെ. പിന്നെന്തും ദുആഉൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ആഖിബഹ സ്വലാത്ത് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും ദുആയും സുന്നത്തുണ്ട്. വൽ ഹംദു ഖബ്ലഹ സ്വലാത്തിന് മുമ്പ് ഒരു ഹംദും സുന്നത്തുണ്ട്. വസാദിസുഹ 6ാമത്തെ റുക്ന് ദുആഉൽ മയ്യിത്തിൻ ബി ഖുസൂസിഹി മയ്യത്തിന് പ്രത്യേകമായി ദ്വാർക്കുക.
അപ്പോൾ ഏതുപോലെ അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു വഅഫു അൻഹു വഅഫി എന്നുള്ള ദുആ ഉണ്ടല്ലോ. അപ്പം പ്രത്യേകമായിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു, ആ മയ്യത്തിന് നീ പുറത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹും. മയ്യത്തുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ദുആ വേണം, കോമൺ ആയ ദുആ പോരാ. ഉദാഹരണം ഏതുപോലെ അല്ലാഹു മഗ്ഫിർ ലി ഹയ്യിന വ മയ്യിത്തിന, ഹയ്യിന് നീ പുറത്ത് കൊടുക്കണമേ, മരിച്ചവർക്ക് നീ പുറത്ത് കൊടുക്കണമേ, അത് കോമൺ ആയ ദുആയാണ്. അപ്പോൾ അത് പോരാ, ആമായ ദുആ പോരാ. മയ്യത്തിന് ബിഖുസൂസിയ ദുആ ചെയ്യലെന്താകുന്നു, റുക്കിനാകുന്നു. വലൗ തിഫ്ലൻ, അത് കുട്ടിയാണെങ്കിലും ശരി, ബുലുവത്താത്തൊരു കുട്ടിയാണ് മരണപ്പെട്ടതെങ്കിലും ശരി. ബിനഹവി ഖുസൂസായ ദുആ ഏതുപോലെ, ബിനഹവി അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹ്മഹു എന്നുള്ള ദുആ പോലെ. അതെപ്പോഴാണ് ഉണ്ടാവേണ്ടത്, ബഅദ സാലിസത്തിൻ, മൂന്നാമത്തെ തക്ബീറിന് ശേഷം. അതുകൊണ്ട് തന്നെ ഫലാ യുജ്സിഉ ബഅദ ഗൈരിഹാ ഖത്അൻ, ഖത്അായിട്ടും ഉറപ്പായിട്ടും മൂന്നാമത്തതിന് ശേഷത്തേക്കോ അതിന് മുമ്പിലേക്കോ ഈ ദുആഉൽ മയ്യിത്തിനെ മുന്തിക്കാനോ പിന്തിക്കാനോ പാടില്ല, അത് ശരിയാവുകയും ഇല്ല. വയുസന്ന യുക്സറ മിന ദുആഇ ലഹു, മയ്യത്തിന് വേണ്ടിയുള്ള ദുആ അധികരിപ്പിക്കൽ സുന്നത്തുണ്ട്. വ മഅ്സൂറുഹു, അതിൽ ഹദീസിൽ റിപ്പോർട്ട് ചെയ്ത് വന്ന സംഭവങ്ങളാകുന്നു, ദുആകളാകുന്നു ഏറ്റവും നല്ലത്. വ ഔലാഹു, അതിൽ വെച്ച് ഹദീസിൽ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് മാ റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നതാകുന്നു. വഹു, അതെന്താകുന്നു, അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സി മുദ്ഖലഹു വവസ്സി മദ്ഖലഹു, മയ്യത്തിൻ്റെ കിടപ്പാടം നീ വിശാലമാക്കണമേ. വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖ്ഹിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ സൗബുൽ അബിയദു മിനദ് ദനസ് വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, ദുനിയാവിലെ ദാറിനേക്കാൾ നല്ലൊരു ദാർ നീ പകരം നൽകണമേ. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, ദുനിയാവിലെ അഹ്ലിനേക്കാൾ കുടുംബത്തിനേക്കാൾ നല്ലൊരു കുടുംബം നൽകണമേ. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ദുനിയാവിലെ ഇണയേക്കാൾ നല്ല ഇണയെ നൽകണമേ. വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്രി മിൻ ഫിത്നതിഹി വമിൻ അദാബിൻ നാർ, അതിൽ നിന്നൊക്കെ രക്ഷിക്കുകയും ചെയ്യണം. വയസീദു അലൈഹി, ഈ ദുആഇൻ്റെ കൂടെ അധികരിപ്പിക്കൽ സുന്നത്താകുന്നു. നെതുബായിട്ട് അധികരിപ്പിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വ മയ്യിതിന വ ഷാഹിദിന വ ഗായിബിന വ ദക്കരിന വ ഉൻസാന വ സഗീറിന വ കബീറിന എന്നുള്ള ദുആ എന്ത് ചെയ്യണം, അധികരിപ്പിക്കലും സുന്നത്തുണ്ട്. ഇലാ ആഖിരിഹി. വയഖൂലു ഫി തിഫ്ലി, മയ്യിത്ത് കുട്ടിയാണെങ്കിൽ പ്രത്യേകം പറയൽ സുന്നത്താകുന്നു. മാ ഹാദാ, മേൽ പറഞ്ഞ ദുആഇൻ്റെ കൂടെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു എന്നുള്ള ദുആഇൻ്റെ കൂടെ അധികരിപ്പിക്കൽ സുന്നത്താകുന്നു. അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലി അബവൈഹി വസലഫൻ വദുഖറൻ വഇദതൻ വഅതിബാറൻ വശഫീഅൻ. അല്ലാഹുമ്മ ജഅൽഹു, അല്ലാഹു നീ ആ കുട്ടിയെ ആക്കി മാറ്റണം. ഫറത്തൻ ലി അബവൈഹി, അവൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പേ പോയവൻ, മാതാപിതാക്കളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ തയ്യാറായി നിൽക്കുന്നവനാക്കി മാറ്റണം. വസലഫൻ, മുൻഗാമിയാക്കി മാറ്റണം. വദുഖറൻ, ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് മുതലായിട്ട് ഭാവിയിൽ മാതാപിതാക്കളെ നമ്മൾ ഹൗദുൽ കൗസർക്ക് കൊടുക്കുന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ദുഹറാക്കി മാറ്റണം. വഅദത്തിൻ്റെ ഒരു ഗുണപാഠമാക്കി മാറ്റണം. വഅതിബാറഞ്ഞൊരു മുഅ്തബിർ, ഒരു വായലാക്കി മാറ്റണം. ഈ കുട്ടിയുടെ വേർപാടിൽ ക്ഷമിക്കാനും അതിൽ ചിന്തിക്കാനുമൊക്കെയുള്ള ഒരു എഴുതത്തും ഒരു എഴുത്തുഭാരമാക്കി മാറ്റണം. വശഫീൻ, മാതാപിതാക്കൾക്ക് ഷഫാഅത്ത് ചെയ്യുന്നതിനാക്കി മാറ്റണം. വസഖിൽ ബിഹി, ഈ കുട്ടി കാരണമായിട്ട് നീ സിഖലാക്കണം, ഭാരം കൂട്ടണം. മവാസീനഹുമ, മാതാപിതാക്കളുടെ തുലാസിനെ, ഈ കുട്ടിയുടെ വേർപാടിന് മേലെ അവർക്ക് ക്ഷമിക്കാനും അത് കാരണമായിട്ട് അവർക്ക് നീ കൂലി കൊടുക്കുകയും ചെയ്യണം എന്നർത്ഥം. അഫ്രിഖ സബർ അല ഖുലൂബിഹിമ, അവരുടെ ഖബറിലേക്ക് നീ എന്ത് ചെയ്യണം, സുബറിനെ കൊടുക്കണം. തഫ്തിൻഹുമ ബഅദഹു, ആ കുട്ടികളുടെ വേർപാടിന് ശേഷം ഇവരെ നീ എന്ത് ചെയ്യരുത്, ഫിത്നയിലാക്കരുത്. തഹ്രിംഹുമ അജ്റഹു, ആ കുട്ടിയുടെ മേലുള്ള സുബറിൻ്റെ, മരണപ്പെട്ടതിൻ്റെ പേരുള്ള നഷ്ടപ്പെട്ടതിൻ്റെ മേലുള്ള സുബറിൻ്റെ കൂലി നീ അവർക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. അപ്പോൾ കാല ശൈഖുന ഇബ്നു റഹിമഹുല്ലാഹ് പറയാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുട്ടിയാണെങ്കിൽ അവിടെ സായിദാക്കണം എന്ന്, അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലി അബവൈഹി എന്ന ദുആ സായിദാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇനി ഒരാളത് മാത്രം ചെല്ലുക, ഏത് ഒഴിവാക്കിയിട്ട് മയ്യത്തിന് വേണ്ടിയുള്ള ഖാസായ ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു എന്ന് തുടങ്ങുന്ന മയ്യത്തിന് വേണ്ടിയുള്ള ഖാസായ ദുആ ഒഴിവാക്കിയിട്ട് ഇത് മാത്രമാണെങ്കിൽ ഫർള് വീടുകയില്ല. കാരണം ഈ ദുആ എന്താകുന്നു, ഒരു കോമണായ ദുആ ആകുന്നു. ഖാസായ ദുആ പ്രത്യേകം വേണം. ഇത് മയ്യത്തിൽ ലാസിമായി എക്സ്ട്രാ വരുന്ന കുട്ടിയായതുകൊണ്ട് വന്ന ദുആ ആണ്. അതുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞ ഫർളിന് സമമാവുകയില്ല. വലൈസ കൗലുഹു, ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, വലൈസ കൗലുഹു, മുസന്നിഫിൻ്റെ വാക്കല്ല. ഏത് വാക്ക്? അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലി അബവൈഹി എന്ന് പറഞ്ഞ ആ ദുആ അല്ല, ഇലാ ആഖിരിഹി അവസാനം വരെയുള്ള ദുആ അല്ല. എന്തല്ല? മുഗ്നിയൻ അനി ദുആഇ ലഹു, ആ കുട്ടിക്ക് വേണ്ടിയുള്ള ഖാസായ ദുആഇനെ തൊട്ട് പകരമാക്കുന്നതല്ല, അതിനെ തൊട്ട് ആവശ്യം തീർക്കുന്നതല്ല. എന്തുകൊണ്ട്? ലി അന്നഹു, കാരണം ഇവിടെ പറഞ്ഞ അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലി അബവൈഹി എന്നുള്ള ദുആഉൻ ബിൽ ലാസിമി, അത് ലാസിമായി വന്ന ദുആ ആണ്. അത് കുട്ടിയായി എന്നതുകൊണ്ട് എന്ന കാരണത്താൽ വന്ന ദുആ ആണ്.
അപ്പോൾ ഈ ദുആ കൊണ്ട് ഒരിക്കലും എന്താവുകയില്ല, മറ്റേ ദുആവിന് പകരമാവുകയില്ല. അതുകൊണ്ട് ഫഹുവ ലാ യക്ഫി, ഈ ദുആ മാത്രം, ലാസിമായ ദുആ മാത്രം മതിയാവുകയില്ല. എന്തുകൊണ്ട്? കാരണം എന്താകുന്നു? ലിഅന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ഇദാ ലം യക്ഫി ദുആഉ ലഹു ബിൽ ഉമൂമി, മയ്യത്തിന് ആമായിട്ട് ദുആ വരെ നേരത്തെ പറഞ്ഞു അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വ മയ്യിത്തിന തുടങ്ങിയ ആമായ ദുആ, നമ്മുടെ മുമ്പിൽ മരണപ്പെട്ട് കിടക്കുന്ന ഈ മയ്യിത്തിനെയും മറ്റു എല്ലാ മയ്യിത്തുകളെയും ഉൾക്കൊള്ളുന്ന കോമണായ ദുആ വരെ മതിയായില്ലെങ്കിൽ ഈ കുട്ടിയായി എന്നതുകൊണ്ട് തുടർന്ന് എന്നതിന് ലാസിമായി വന്ന തിഫ്ലായി എന്ന കാരണം കൊണ്ട് ലാസിമായി വന്ന ദുആ ഏതായാലും ഫർള് പൂർത്തിയാവുന്ന വിഷയത്തിൽ മതിയാവുകയില്ല. ലിഅന്നഹു ഇദാ ലം യക്ഫി ദുആഉ ലഹു ബിൽ ഉമൂമി, ഉമൂമായ ദുആ മതിയാവുകയില്ലെങ്കിൽ എങ്ങനത്തെ ഉമൂമ്? അശ്ശാമിലി കുല്ല ഫർദിൻ, എല്ലാ മയ്യിത്തിനെയും ഉൾക്കൊള്ളുന്ന, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വ മയ്യിത്തിന എന്ന് പറയുമ്പോൾ എല്ലാ മയ്യിത്തിനെയും എല്ലാ ഹയ്യിനെയും ഉൾപ്പെട്ടു. എല്ലാ മയ്യിത്തിനെയും, നമ്മുടെ മുമ്പിൽ കിടക്കുന്ന മയ്യിത്തിനെയും മറ്റു എല്ലാ അംവാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന ആമായ ദുആ വരെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഫഔല, ഈ കുട്ടിയെ തുടർന്ന് വരുന്ന ഈ ലാസിമായ ദുആ ഫഔല ഹാദാ, പറ്റാതിരിക്കാൻ ഇതിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് ഈ ലാസിമായ ദുആ ആകുന്നു. കാരണം മറ്റേത് കോമണായ ദുആ ആണെന്നെങ്കിലും വെക്കാം. എന്നാൽ തിഫിലിൻ്റെ ദുആ, തിഫിലിനെ തൊട്ട് ലാസിമായി വന്ന ദുആ ആണ്. അപ്പോൾ അതൊരിക്കലും എന്താവുകയില്ല, മതിയാവുകയില്ല, ഫർള് അതുകൊണ്ട് വീടുകയില്ല. വയുഅന്നിസു ളമാഇറ ഫിൽ ഉൻസ, ഇനി ഇവിടെ പറഞ്ഞ ദുആ അല്ലാഹു മഗ്ഫിർ ലഹു മുദക്കറായി പറഞ്ഞതാകുന്നു. ഒക്കെ സ്ത്രീയാണ് മരണപ്പെട്ടതെങ്കിൽ അതൊക്കെ തഅനീസാക്കണം. വയജൂദു തദ്കീറുഹ, ഇനി പെണ്ണാണെങ്കിലും അതിന് മുദക്കറായിട്ട് ആക്കൽ അനുവദനീയമാകുന്നു. ബിറാഅത്തിൽ മയ്യിത്ത് എന്ന് ഉദ്ദേശിച്ചു. അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയുമ്പോൾ അള്ളമീർ മയ്യിത്തിലേക്ക് മടക്കുക. അബിശഖ്സി, ഇതിൽ മരിച്ചു കിടക്കുന്ന വ്യക്തി എന്നർത്ഥം വെച്ചിട്ട് മുദക്കറ തദ്കീറായിട്ടും ഉപയോഗിക്കാവുന്നതാകുന്നു. വയഖൂലു ഫീ വലദി സിന, സിനയിലുണ്ടായ വ്യഭിചാരത്തിൽ ഹറാമായ ബന്ധത്തിലുണ്ടായ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ നമ്മൾ ദ്വാരക്കും അല്ലാഹുമ്മ ജഅലു ഫറത്തല്ലി ഉമ്മിഹി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഫറത്തല്ലി അബവൈഹി എന്ന് പറയാൻ പറ്റില്ല. വൽ മുറാദു ബിൽ ഇബ്ദാലി, ദുആയിൽ പറഞ്ഞ അല്ലാഹുമ്മ അബ്ദിലു ദാറൻ ഖൈറൻ മിൻ ദാരി വ സൗജൻ ഖൈറൻ മിൻ സൗജി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സൗജ് കൊണ്ടും അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നല്ല അഹ്ലിനെയും നല്ല സൗജിനെയും പകരമാക്കി കൊടുക്കണമെന്ന് പറയുന്നതിനുള്ള ഉദ്ദേശം എന്താകുന്നു? ഇബ്ദാദുൽ ഔസാഫി, സിഫത്തുകൾ മാറ്റാന്നേ ഉള്ളൂ. ലദ്ദവാത്തി, ഈ ആളെ തന്നെ മാറ്റാന്നർത്ഥമില്ല. എന്തുകൊണ്ട്? കാരണം ഹദീസുകൾ വന്നിട്ടുണ്ട്, ദുന്യാവിലെ പെണ്ണ് ഒരാളുടെ ദുന്യാവിൽ വെച്ച് അവൻക്കുള്ള ഭാര്യ ഏതാണോ ആ ഭാര്യയാകും സ്വർഗത്ത്. ആ ഭാര്യ നല്ല ഭാര്യയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഭാര്യയാകും സ്വർഗത്തിലെ ഹൂർലിങ്ങളെക്കാൾ അഫ്ളൽ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ദുന്യാവിൽ ഉള്ള ഭാര്യ അല്ലാത്ത വേറെ ഭാര്യനെ കൊടുക്കണമെന്നല്ല, ആ ഭാര്യയുടെ സ്വഭാവവും സിഫത്തും സൗന്ദര്യമൊക്കെ മാറ്റിയാണ്ട് അതിനേക്കാൾ ഉഷാറായത് കൊടുക്കണം എന്നേ അർത്ഥമുള്ളൂ. ആ ദാത്തിനെ മൊത്തം മാറ്റുക എന്നല്ല അർത്ഥം, വസ്ഫുകൾ അവളുടെ വിശേഷണങ്ങൾ മാറ്റുക എന്നേ അർത്ഥമുള്ളൂ. എന്തുകൊണ്ട്? ലിഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ വാക്കിന് വേണ്ടി, അൽഹഖ്നാ ബിഹിം, അവരോട് നാം ചേർത്തിരിക്കുന്നു, ദുർരിയത്തും അവരുടെ ദുർരിയത്തിന് അവരുടെ പിൻഗാമികളെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അവൻ്റെ അഹ്ലിനെയും ഒക്കെ അവനിലേക്ക് നാം എന്തായിട്ടുണ്ട്, മക്കളെയും ഒക്കെ അവൻ്റെ ദുര്യത്തിന് അവരോട് ചേർത്തിരിക്കുന്ന ആയത്ത് വന്നിട്ടുണ്ട്. വലിയ ഖബരി തുബ്രാനി, ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിന് വേണ്ടിയും ഈ മറ്റു പണ്ഡിതന്മാരും ഇന്ന നിസാ അൽ ജന്നത്തി, സ്വർഗത്തിലെ സ്ത്രീകൾ, മിൻ നിസാഇ ദുന്യ, ദുന്യാവിൽ നിന്ന് ഇവനക്കുണ്ടായിരുന്ന ഭാര്യമാരിൽ വെച്ച് അവർ സ്വർഗത്തിലെത്തുമ്പോൾ അവരാകുന്നു അഫ്ദല മിനൽ ഹൂറുൽ ഹൈൻ, ഹൂറുലിങ്ങളെക്കാൾ അഫ്ദലായവർ. വസാബിഉഹ, ഏഴാമത്തെ റുക്ന് സലാം വീട്ടിലാകുന്നു. ഖൈരിഹ, മറ്റു നിസ്കാരത്തുള്ള സലാം പോലെ തന്നെ സലാം വീട്ടിലാകുന്നു. ബഅദ റാബിയത്ത്, നാലാമത്തെ തക്ബീറിന് ശേഷം. വലായിജിബ് ഫി ഹാദിഹി ദിക്റു ഗൈരി സലാമി, ഈ തക്ബീറിൽ എന്തല്ല സലാമല്ലാത്ത മറ്റൊന്നും നിർബന്ധം ഇല്ല. ലാക്കിൻ യുസന്നെങ്കിലും സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു ലാ തഫ്തിന്നാ ബഅദഹു തുടങ്ങിയ ദുആ കണ്ടല്ലോ, ആ ദുആ സുന്നത്തുണ്ട്, നിർബന്ധമില്ല. ലാ തഹരിംന അജ്റഹു ഐ അജ്റ സ്വലാത്തി അലൈഹി, ആ മയ്യത്തിൻ്റെ പേരിൽ നിസ്കരിച്ച് കൂലി ഞങ്ങൾക്ക് നീ തടഞ്ഞു വെക്കരുത്. ഔ അജ്റൽ മുസീബത്ത്, അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ വേർപാട് കാരണമായിട്ട് നമുക്കുണ്ടായ മുസീബത്ത്, ആ മുസീബത്തിലുള്ള സബറിൻ്റെ കൂലി ഞങ്ങൾക്ക് തടഞ്ഞു വെക്കരുത്. തഫ്തിന്ന ബഅദഹു, അദ്ദേഹത്തിന് ശേഷം ഞങ്ങളെ നീ ഫിത്നയിൽ അകപ്പെടുത്തരുത്. ബിർത്തികാബിൽ മആസി, ദോഷങ്ങൾ ചെയ്യൽ കൊണ്ട്. വഖ്ഫിർ ലനാ വലഹു, ഞങ്ങൾക്കും ആ മയ്യത്തിന് നീ എന്താവണേ, പുറത്തു തരണമേ. ഇനി അടുത്തത് നമ്മൾ മസ്ബൂക്കാവുന്ന മയ്യിത്ത് നിസ്കാരത്തിൽ മസ്ബൂക്കാവുന്ന മസലയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ പറഞ്ഞതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.